നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കുവൈറ്റ് തീപിടുത്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാൻ ശ്രമിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം. ഇത് വിവരങ്ങൾ വിരൽത്തുമ്പിൽ അറിയുന്ന കാലമാണ്. എന്താണ് നടക്കുന്നതെന്നൊക്കെ സാധാരണക്കാരന് മൊബൈൽ ഫോണിലൂടെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ആരോഗ്യമന്ത്രിയെ കുവൈറ്റിൽ പോകാൻ അനുവദിച്ചില്ല എന്ന കരച്ചിലിനുള്ള മറുപടി ജനങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ നൽകുന്നു. അന്യനാട്ടിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ പോകാനുള്ള അനുമതിയാണ് കേന്ദ്രം നിഷേധിച്ചിരിക്കുന്നതെന്ന് വീണ ജോർജ് പറയുന്നു. ഈ വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ ഉയരുന്നത്. പ്രതിഷേധ കമന്റുകൾ ഇങ്ങനെ: ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇന്ത്യക്ക് ഒരു വിദേശകാര്യ വകുപ്പുണ്ട്, അവർക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി സംഭവം അറിഞ്ഞപ്പോൾ മുതൽ സംഭവ സ്ഥലത്തുണ്ട്. അവർ കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുന്നുമുണ്ട്. കുവൈറ്റിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് വെളിയിൽ പോകുന്നവരുടെ ഐഡന്റിറ്റി ഇന്ത്യക്കാർ എന്നാണ്, അല്ലാതെ മലയാളി, തമിഴൻ എന്നൊന്നുമല്ല. ഇനി അല്ലെങ്കിൽ തന്നെ കുവൈറ്റിൽ ഇപ്പോൾ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവിടെ ഇന്ത്യയുടെ എംബസിയും വിദേശകാര്യ വകുപ്പും വിദേശകാര്യ സഹമന്ത്രിയും ചെയ്യുന്നതിന്റെ 1% പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് പകൽ പോലെ വ്യക്തം. പക്ഷേ നടന്നില്ല. ഇങ്ങനെയുള്ള ഇരവാദമൊന്നും ഇനിയും ഏൽക്കില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റു എന്നിട്ട് മനസ്സിലായില്ലേ? ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിലാണ് അവിടെ എയർഫോഴ്സ് വിമാനം വരെ എത്തിച്ച് വിദേശകാര്യ സഹമന്ത്രി വരെ അവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ മലയാളിയെ നീ നോക്ക്, തമിഴിനെ അവൻ നോക്കട്ടെ, ബീഹാറുകാരനെ മറ്റവൻ നോക്കട്ടെ എന്ന നിലയിലല്ല. അങ്ങനെയുള്ളവരുടെ ചിന്ത മുളയിലെ നുള്ളാനാണ് സ്റ്റേറ്റ് വൈസ് ആരും ഇന്ത്യയുടെ നയതന്ത്ര ചാനലിലൂടെ പോകണ്ട എന്ന് പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ടത് എയർപോർട്ടുകളിൽ നിന്ന് മരിച്ചവരുടെ ഭൗതിക ശരീരങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശരിയാക്കുകയും ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികളാൽ ദാരുണമായി കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ ബോഡി എത്തിയപ്പോൾ ഇവിടുത്തെ ഹമാസ് അനുകൂലികളുടെ മത വോട്ട് ബാങ്കിനെ ഭയന്ന് എയർപോർട്ടിലോ വീട്ടിലോ പോലും സർക്കാർ പ്രതിനിധികൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് ഗംഗ ഇപ്പോ പോകണ്ട എന്ന് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച് സർജറി ചെയ്ത് നീതിക്ക് വേണ്ടി മാസങ്ങളോളം ആ സ്ത്രീ ഈ മന്ത്രിയുടെ മുന്നിൽ കേണപേക്ഷിച്ചിട്ടും നീതി കൊടുക്കാത്തവരാണിവർ. എന്നിട്ടിപ്പോൾ ഇവർ ഓടുന്നു. നാടകമേ ഉലകം. ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ പോവണ്ട, യുദ്ധമുഖമല്ലേ. എന്നാൽ ഇടുക്കി വരെ പോയി ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാമായിരുന്നില്ലേ? വീണ പോയോ? ഇസ്രായേലിൽ വെച്ച് തന്നെ ഒരു കൊല്ലംകാരൻ സഖാവും കൊല്ലപ്പെട്ടിരുന്നു. അവിടെയും കണ്ടില്ല മന്ത്രി കൊച്ചമ്മയുടെ ആശ്വസിപ്പിക്കൽ. എന്തേ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലം വരെ പോവാൻ അത്ര വലിയ ദൂരമാണോ? എന്നിട്ടിപ്പോൾ കുവൈറ്റിൽ പോകണമെന്ന്. എന്തിനാണ്? നാട് കണ്ട് ഷോപ്പിംഗ് നടത്തി തിരിച്ചു വരാനോ? ദുഃഖത്തിൽ ഒപ്പം നിൽക്കണമെങ്കിൽ മൃതദേഹത്തിനൊപ്പമല്ല നിൽക്കേണ്ടത്, മരിച്ചവരുടെ ബന്ധുക്കളുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്. അവർ ഇവിടെയാണുള്ളത്. അവരുടെ ഒപ്പം നിന്ന് സാന്ത്വനം കൊടുക്കണം. അവിടെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. ഇങ്ങനെ പോകുന്നു കമന്റുകൾ.